ഹലോ, എങ്ങോട്ടൊക്കെയാണ് തുള്ളിച്ചാടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലേബർ റൂമിൽ പോവാം. ലേബർ റൂമിൽ പോകല്ലേ, കസിനെ ലേബർ റൂമിൽ കയറ്റിക്കോല്ലേ. അപ്പോൾ ഓളെ ലേബർ റൂമിൽ കാണാമെന്ന് വിചാരിച്ച് ഞാൻ പോവാണ്. അപ്പോൾ ഓളെ കുറേ ദിവസമായി ലേബർ റൂമിൽ കയറ്റാ കളിക്കുന്നു. 3-4 വട്ടമായി ഓളിപ്പോൾ കയറുന്നു. എന്തെങ്കിലും പ്രസവിക്കായിരിക്കും, ഒന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല, എന്നും കയറുന്നപ്പോൾ തന്നെ ചാടി കയറി വണ്ടിമേലെ അങ്ങോട്ട് കയറി. അപ്പോൾ പോന്ന വയ്ക്ക് കോട്ട് എടുത്തിട്ട് കണ്ണടി എടുത്തിട്ടോ ചിറാപ്പുഞ്ചി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 സാധനം കൊണ്ട് എടുത്ത് വണ്ടിയിലേക്ക് എടുത്തിട്ട് വണ്ടി എടുത്ത് നേരിട്ട് ഞാനും അനിയത്തിയും കൂടി ആട്ടോ പോകുന്നത്. അപ്പോൾ ഞാനും അനിയത്തിയും കൊണ്ട് പോകുന്നത് ചിറാപ്പുഞ്ചിലൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് 2 ഐഫോണിൽ ബാലൻസ് ഇല്ല. അവരെ തിരഞ്ഞ് കണ്ടിരിക്കാൻ പറ്റാൻ ഞങ്ങളൊരു പാട്, ഒന്നും പറയണ്ട. ഞങ്ങൾ 2 പൊട്ടന്മാരല്ലേ പോകുന്നത്. അങ്ങനെ കുറേ അതിലങ്ങനെ തണ്ടി ലാസ്റ്റ് എങ്ങനെ ഓരോ കിട്ടി അവിടെ പോയി കണ്ടുവെക്കുമ്പോണ്ട് ഒരാളുടെ ഒരു മൂലയിലും കുത്തിരിക്കുന്ന ഒരാളുടെ അവിടെ കിടന്നുറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഉറങ്ങുന്നവരെ പോയി മൂക്കിന് പോയി നൊട്ടല്. അപ്പോൾ കിടന്നുറങ്ങുന്ന അവളെ കണ്ടപ്പോൾ ഞാൻ എന്തിട്ട് നേരെ പോയി മൂക്കിന് പോയി ഒറ്റ കുത്തടിച്ചെടുത്ത്. അത് കഴിഞ്ഞ് ഇനി ചിന്നെ പിടിച്ച് തല്ലുള്ളൂ. അങ്ങനെ കുശലം പറിച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മളിതാ കോഫി അടിക്കാൻ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോഫി അടിക്കാൻ പോയപ്പോൾ അവിടെ കുറേ കളിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ പണ്ട് ഞാൻ കുറേ വാങ്ങി പൊട്ടിച്ചാണ് വേഗം വാങ്ങും, വേഗം കുത്തി പൊട്ടിക്കും. അതിനുള്ളിൽ റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ കുത്തി പൊട്ടിച്ചെടുക്കും. അങ്ങനെ ഒക്കെ വെച്ച് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കോഫി എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ കുളിക്കുന്നതല്ല കുടിക്കുന്നത്. അങ്ങനെ പിന്നെ ഒരു കോഫിയായിട്ട് കുടിച്ച് പിന്നെ നേരെ ലേബർ റൂമിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പോയി പോസ്റ്റ് അടിച്ചൊരു വൈക്ക് അയക്കുന്നുണ്ടോ. ഞാൻ എത്രയായിട്ട് ഓളെ പേരും പറയുന്നില്ല, ഓളെ പേര് വിളിക്കുന്നുമില്ല. ലേബർ റൂമിൽ ആൾക്കാരെ കണ്ടാൽ തോന്നുന്നു ലോകത്തുള്ള മനുഷ്യന്മാർ മൊത്തം പ്രസവിക്കാൻ വന്നതാ തോന്നുന്നു. അങ്ങനെ ഒക്കെ ഞാൻ കുറച്ചേരം ഇങ്ങനെ നോക്കി നടന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബോറടിക്കുന്നുണ്ട്. അമ്മേനോട് പറഞ്ഞാൽ അമ്മയെ ഞാൻ കുറച്ച് വരട്ടോ. അപ്പം അമ്മ ഓക്കെ മോളെ ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നാണ്. അപ്പം ഞങ്ങൾ നേരത്തെ കോഫി അടിക്കാൻ പോയ പീടിയ പോയിക്കുമ്പോൾ അവിടുന്ന് പിന്നെയും കുറേ കളിച്ചാനും കാര്യങ്ങളും കണ്ടു. അപ്പോൾ ഇതൊക്കെ കണ്ടോക്കുമ്പോൾ എനിക്ക് വാങ്ങാണ്ട് പോരാനും തോന്നില്ല. അങ്ങനെ ഞാൻ കുറേ നേരം ഇല്ലെങ്കിൽ നോക്കിയപ്പോൾ ഡോക്ടർ വെക്കുന്ന സാധനമൊക്കെ കണ്ട് അങ്ങനെ ഒക്കെ വെച്ച് കുറച്ചേരം പരിശോധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിനോട് പറഞ്ഞ് മോളെ ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ആ പ്രാന്തിൻ്റെ ഡോക്ടർ തോന്നുന്നു എന്നൊക്കെ പറയുകയും ചെയ്ത്. അങ്ങനെ കുറച്ചൊരു കസിനെ പിടിച്ച് പരിശോധിക്കുകയൊക്കെ ചെയ്ത്. ഞാൻ പറഞ്ഞു നല്ല ചുമയും കാര്യമുണ്ട്, ഞാൻ മരുന്നും കാര്യങ്ങളൊക്കെ എഴുതരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കായ് പറഞ്ഞു മോളെ നല്ല ഷോപ്പിൽ കായ് പറയാൻ നല്ല മാച്ചുണ്ട് മോളെ മോളിട്ടാന്ന് വാങ്ങിക്കുക പറഞ്ഞു. അപ്പം പറഞ്ഞു വേണ്ട കൈ നിങ്ങൾ തന്നെ വെച്ചോളി എന്നാണ്. അങ്ങനെ ഞാനൊരു ഫ്രൂട്ടിങ് കാര്യമൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കുമ്പോൾ പുറത്തുണ്ട് നല്ല മഴ, ഒന്നും പറയണ്ട. പിന്നെ അവിടെ കുറേ ടൈം പോസ്റ്റാ എങ്ങനെ മഴ തീരാന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഈ പോത്തിന് എൻ്റെ കീശയിൽ നിന്നാണെങ്കിൽ സ്പെക്സും കിട്ടി. അത് വെച്ചിട്ട് ഇലകരി നടക്കുന്നത്. നാട്ടുകാർ മൊത്തം ഞങ്ങൾ നോക്കി ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നാട്ടുകാരൊക്കെ നോക്കുന്നത് കുതിരവട്ടത്ത് വന്നാൽ നമ്മളെന്ന് വിചാരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ആ മഴ ചോർന്നിക്കുന്നത് ഞങ്ങൾ പോട്ടെയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എണീച്ചിട്ട് നടന്ന് പോരുകയും ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.